സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വയനാട്ടിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. വിവിധ സർക്കാർ വകുപ്പുകളുടേതടക്കം സ്റ്റാളുകൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. തനത് വിഭവങ്ങൾ ഒരുക്കിയ ഭക്ഷ്യമേളയും വൈകുന്നേരങ്ങളിലെ കലാസന്ധ്യകളും മേളയുടെ മാറ്റുകൂട്ടുന്നു. അതിജീവനത്തിന്റെ മാതൃകയായ ബെയിലി പാലമാണ് മേളയുടെ ഹൈലൈറ്റ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് വയനാട്ടിൽ ഊഷ്മളമായ തുടക്കം. കൽപ്പറ്റ SKMJ സ്കൂളിൽ നടക്കുന്ന മേളയിലേക്ക് നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കരകൗശല ഉൽപ്പന്നം, വനവിഭവങ്ങൾ, എന്നൂരിലെ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ സ്റ്റോളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന സ്റ്റോളുകൾക്ക് പുറമെ വ്യവസായ വകുപ്പ്, സഹകരണ വകുപ്പ്, ധനവകുപ്പ് തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റോളുകളും മേളയിലുണ്ട്. കേരള പോലീസിന്റെ പഴയകാല തോക്ക് മുതൽ അത്യാധുനിക തോക്കുകളുടെ പ്രദർശനം മേളയിലെത്തിയവർക്ക് കൗതുകമായി. തോക്കുകൾക്ക് പുറമെ വിവിധ വലിപ്പത്തിലുള്ള തിരകളും പല കാലഘട്ടത്തിലുള്ള വയർലെസ് സംവിധാനവും മേളയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മഴവെള്ളം വീടുകളിലടക്കം സംസ്കരിക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും സമ്പാദ്യശീലങ്ങളെക്കുറിച്ചുമുള്ള സംശയ നിവാരണം, പുതിയ കാലത്തെ കോഴ്സുകൾ തുടങ്ങിയവ അറിയാനും സ്റ്റോളുകളിൽ അവസരമുണ്ട്. പൊതുജനങ്ങൾക്ക് ജയിലിനെക്കുറിച്ചറിയാൻ ജില്ലാ ജയിലിന്റെ മാതൃകയിലുള്ള പ്രധാന കവാടം, ഫെൻസിങ്ങോടെയുള്ള മതിൽ, സെല്ലുകൾ, തൂക്കുമരത്തിന്റെ മാതൃക തുടങ്ങിയവയെല്ലാം സ്റ്റോളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. EMS, AKG തുടങ്ങിയ നേതാക്കന്മാർ ജയിലിലായപ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രജിസ്റ്ററുകളും പരോൾ അപേക്ഷയും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലെ നിത്യഹരിത സിനിമകളാണ് മറ്റൊരു പ്രധാന ആകർഷണം. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കിയ മിനി തിയേറ്ററിലാണ് പ്രദർശനം. ചെമ്മീൻ, കൊടിയേറ്റം, നിർമാല്യം, ഗോഡ്ഫാദർ, കിരീടം, ഒഴിമുറി, സെല്ലുലോയിഡ്, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം തുടങ്ങിയ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. സിനിമാ പ്രേമികൾക്കായി ദിവസവും 4-5 വ്യത്യസ്ത സിനിമകൾ പ്രദർശിപ്പിക്കും. മിനി തിയേറ്ററിൽ ഒരേ സമയം 50ഓളം ആളുകൾക്ക് സിനിമ ആസ്വദിക്കാനാകും. ഉരുൾപൊട്ടൽ ദുരന്തത്തിലടക്കം സ്തുത്യർഹമായി പ്രവർത്തിച്ച ഫയർഫോഴ്സ് വിഭാഗം ഏറെ വ്യത്യസ്തതയോടെയാണ് ഇത്തവണ എത്തിയത്. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് പ്രധാനമായും പ്രദർശനത്തിനെത്തിച്ചത്. ഈ വർഷം നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ച ഏറ്റവും നമുക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹൊറിസോണ്ടൽ റെസ്ക്യൂ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡെമോയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ പെട്ടെന്നുണ്ടായ ആളുകൾ കുടുങ്ങിപ്പോയ സമയത്ത് വേലിപ്പാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ലാഡർ ഉപയോഗിച്ചിട്ട്, ഫയർഫോഴ്സിന്റെ ലാഡർ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊരു പാലം ഉണ്ടാക്കുകയും അങ്ങനെ ഒത്തിരി ആളുകളെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. തനത് ഭക്ഷ്യവിഭവങ്ങളെ കൂടാതെ അറേബ്യൻ ഭക്ഷണപ്രേമികളുടെ പ്രധാന വിഭവമായ കുഴിമന്തിയും കപ്സയും മേളയിലുണ്ട്. ദം ബിരിയാണി, കൊത്തുപൊറോട്ട തുടങ്ങിയ വിഭവങ്ങളും ഭക്ഷ്യമേളയുടെ ഭാഗമായി മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ നേരിട്ട് ബ്രാൻഡ് ചെയ്ത അട്ടപ്പാടിയുടെ വനസുന്ദരി ചിക്കനാണ് മേളയുടെ മുഖ്യ ആകർഷണം. പ്രദർശന വിപണന മേളയുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമി, DC ബുക്സ്, നാഷണൽ ബുക്ക് സ്റ്റാൾ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവ പ്രസിദ്ധീകരിച്ച പുസ്തകമേളയും സജ്ജീകരിക്കും. മേളയിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് കായിക വകുപ്പിന്റെ സ്റ്റോളുകളിലാണ്. അമ്പെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്കറ്റ് ചെയ്യാനും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇവിടെ റെഡിയാണ്. 14 വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകളാണ് കായിക വകുപ്പിന്റെ സ്റ്റോളിൽ ഒരുക്കിയിട്ടുള്ളത്. മികച്ച പ്രതികരണമാണ് പ്രദർശനമേളയ്ക്ക് ലഭിക്കുന്നത്. ഈ മാസം 28 വരെ മേള തുടരും.
ന്യൂസ് മലയാളം, വയനാട്.